ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നോട്ട് മേക്കിംഗ് ആണ്. നമുക്ക് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വലിയ പാസേജ് തന്നിട്ട് അതിൻ്റെ ഷുവർ നോട്ട്സ്, എന്താ പറയുക, ചെറിയ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാനായിട്ട് പറയും. അപ്പം അതാണ് നോട്ട് മേക്കിംഗ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു വലിയ ആശയം അല്ലെങ്കിൽ ഒരു വലിയ പാസേജ് നമ്മുടെ മുന്നിൽ തന്നിട്ട് അതിൻ്റെ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ കണ്ടെത്തി അതിനെ എന്താ പറയുക, ഷോർട്ടാക്കിയിട്ട് എടുക്കുക. അതാണ് നോട്ട് മേക്കിംഗ്. Dear students, note making is very useful chapter. It will help you to learn the long question answer in very easy way. അതായത് ഈ നോട്ട് മേക്കിംഗ് ചെയ്യുന്നതിലൂടെ വലിയ എസ്സേസ് ഒക്കെ പഠിക്കാനായിട്ടും കൂടി നമുക്ക് പെട്ടെന്ന് പറ്റും. അതായത് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസേജിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ തന്നെ 1-2 പോയിന്റുകൾ, മെയിൻ പോയിന്റുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാരഗ്രാഫ് എഴുതാനായിട്ട് പറ്റും. കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ മതിയെ. അപ്പം അതിനൊക്കെ സഹായിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നോട്ട് മേക്കിംഗ്. First of all, you have to understand what is note making in class 12. A special chapter of note making has been prescribed by CBSE board. Note making means to make points of any passage chapter. നോട്ട് മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിൻ്റെ പാസേജിലെ പോയിന്റുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് ലെസൺ, സ്പീച്ച്, ലെക്ചർ ഓർ ആർട്ടിക്കിൾ. At first read the passage or given material very carefully. നമുക്ക് തന്നിട്ടുള്ള പാസേജ് ആദ്യം ഫസ്റ്റ് നമ്മൾ നോട്ട് മേക്കിങ്ങിന് എന്താ ചെയ്യേണ്ടത്? തന്ന പാസേജ് നല്ല പോലെ കെയർഫുൾ ആയിട്ട് വായിക്കാം. And then try to think what are the main things that have been taken by the writer. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റർ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ച ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണെന്നുള്ളത് കണ്ടെത്താം. കളക്ട് ദം ഓൾ ആൻഡ് കീപ്പ് വൺ ബൈ വൺ സെപ്പറേറ്റ്ലി വിത്ത് നീറ്റ് ആൻഡ് ക്ലീൻ റൈറ്റിംഗ്. അത് ഓരോന്നെടുത്തിട്ട് അതിൽ 1 by 1 ആയിട്ട് പോയിന്റ് ആക്കി എഴുതാം. ദീസ് പോയിന്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. ഈ പോയിന്റുകൾ നമ്മുടെ മൈൻഡിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഓൺ ദിസ് പോയിന്റ് വെരി ഈസിലി യു ക്യാൻ ബി ഏബിൾ ടു മേക്ക് ദ പാസേജ്. അതായത് ഈ പോയിന്റിലൂടെയാണ് നമുക്ക് പാസേജ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. പാരാ ബൈ യുവർ ഓൺ വേർഡ്സ് ആൻഡ് സെൻറ്റൻസ്. ഇറ്റ് വിൽ ബി ഈസി ടു റെഡി, റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്രസ് വൈൽ മേക്കിംഗ് പോയിന്റ്സ്. നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് പോയിന്റ് തയ്യാറാക്കേണ്ടത്. ഫസ്റ്റ് മെയിൻ പോയിന്റ്, പിന്നെ സബ് പോയിന്റ്, പിന്നെ മിനി പോയിന്റുകൾ. അങ്ങനെയാണ് ഓരോ പാസേജിലും പോയിന്റുകൾ തിരിക്കേണ്ടത്. ഫസ്റ്റ് ഒരൊറ്റ റീഡിങ്ങിൽ തന്നെ മെയിൻ ആയിട്ട് ആ പാസേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അതാണ് നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. പിന്നെ ആ പറഞ്ഞ പോയിന്റ് 2-3 പാരഗ്രാഫിലായിട്ട് 2-3 പോയിന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് സബ് പോയിന്റ്. അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതാണ് മിനി പോയിന്റ്. മെയിൻ പോയിന്റ് വളരെ ബോൾഡ് ആണ്. സബ് പോയിന്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ദ പാർട്ട് ഓഫ് മെയിൻ പോയിന്റിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ആൻഡ് മൈൽഡ് മിനി പോയിന്റ് ഷുഡ് ബി ദ പാർട്സ് ഓഫ് സബ് പോയിന്റ് ആൻഡ് ഇൻ വെരി മൈൽഡ്. ഓൾ പോയിന്റ്സ് മസ്റ്റ് ബി ഇൻ ബ്രീഫ്. എല്ലാ പോയിന്റും ബ്രീഫ് ആയിട്ട്. ആൻഡ് യു ക്യാൻ ടേക്ക് ഷോർട്ട് റൈറ്റിംഗ് ഓഫ് വേർഡ്സ്. നോട്ട് മേക്കിങ്ങിലെ ആദ്യം ടൈറ്റിൽ, മെയിൻ പോയിന്റ്സ്, സബ് പോയിന്റ്. സബ് പോയിന്റുകൾ മിനി പോയിന്റ് ആയിട്ട് എഴുതും. മിനി പോയിന്റ്, മെയിൻ പോയിന്റ്, സബ് പോയിന്റിൽ തന്നെ ABC എന്ന് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. മെയിൻ പോയിന്റ്, സബ് പോയിന്റ്, 2 സബ് പോയിന്റ് ഉണ്ട്. അതിലൊക്കെ മിനി പോയിന്റുകളാണ് ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഈ തരത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു പാസേജിൽ 5-6 പോയിന്റുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതൊക്കെ നമ്മൾ ഇങ്ങനെ തരംതിരിച്ച് മെയിൻ പോയിന്റ്, സബ് പോയിന്റ് ആയിട്ട് എഴുതൊക്കെ വേണം. ഇനി എക്സാമ്പിൾ നോക്കാം. ഗെയിംസ് ആർ എസെൻഷ്യൽ പാർട്ട് ഓഫ് ലൈഫ്. ദേ കീപ് us happy and healthy. They remove the monotony of life. They provide us full entertainment in life. They give freshness to body and mind. They give us power and strength. The value of games
has now come to be recognized. They have become the part and parcel of school syllabus. Students are encouraged to take part in various games by their choice and interest. Games train our mind and body both. They make us healthy and disciplined. They give us courage and confidence. They teach us sportsmanship. They make us leader and disciplined followers. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു തവണ വായിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലായത്? ഗെയിമിനെ കുറിച്ചാണ് അല്ലേ? ഗെയിമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ എഴുതാ? വാല്യൂ ഓഫ് ഗെയിംസ്. അതാണ് മെയിൻ പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലേ? പിന്നെ നമ്മൾ ഇനി അതിൽ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഗെയിംസിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? They keep us happy and healthy ആക്കുന്നു. റിമൂവ് മോണോട്ടോണി, നമ്മുടെ ജീവിതത്തിന്റെ വിരസത ഒഴിവാക്കുന്നു. എന്റർടൈൻമെന്റ് ആണ്. ഫ്രഷ്നെസ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും തരുന്നു. പവർ ആൻഡ് സ്ട്രെങ്ത് തരുന്നുണ്ട്. പിന്നെ വാല്യൂ ഓഫ് ഗെയിംസ് പറയുന്നു ദേ ഹാവ് ബിക്കം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സ്കൂൾ സിലബസിന്റെ, അതിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ടാണ് സ്കൂൾ സിലബസിന്റെ ഭാഗമായിട്ടുള്ളത്. സ്റ്റുഡൻസിന് എല്ലാം ഗെയിംസിൽ പാർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഗെയിംസ് ട്രെയിൻ അവർ നമ്മുടെ മൈൻഡിനും ബോഡിനും ഒക്കെ ട്രെയിൻ ചെയ്യുന്നു, ഹെൽത്തി ആക്കുന്നു, ഡിസിപ്ലിൻഡ് ആക്കുന്നു, കറേജ് തരുന്നു, കോൺഫിഡൻസ് തരുന്നു, സ്പോർട്സ്മാൻഷിപ്പ് നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ ഒരു ലീഡർ ആൻഡ് ഡിസിപ്ലിൻ ആക്കി നമ്മളെ മാറ്റുന്നു. അപ്പൊ നമ്മൾ മെയിൻ പോയിന്റ് വാല്യൂ ഓഫ് ഗെയിംസ് പറഞ്ഞു. ഗെയിംസ് പാർട്ട് ഓഫ് ലൈഫ് ആയിട്ട് പറയുന്നുണ്ട്. അതിലെന്തൊക്കെയാ? ഹെൽത്തി, ഹാപ്പി, മോണോട്ടോണി. ആ 3 പോയിന്റ് ആണ് സെലക്ട് ചെയ്തത്. ഫുൾ എന്റർടൈൻമെന്റ് തരുന്ന എന്താ? ഫ്രഷ്നെസ് ടു ബോഡി, ഫ്രഷ്നെസ് ടു മൈൻഡ്, പവർ ആൻഡ് സ്ട്രെങ്ത്. പിന്നെന്താ? ഡിസിപ്ലിൻഡ് ലൈഫ് തരുന്നുണ്ട്. കറേജ് ആൻഡ് കോൺഫിഡന്റ് ആണ്. വാല്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നു. മേക്കസ് ഗുഡ് ലീഡേഴ്സ്. അങ്ങനെ അത് മെയിൻ പോയിന്റ് ആയിട്ട് നമ്മൾ വെച്ചു. അപ്പൊ ഇതാണ് എന്ത്? ഒരു നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒന്നിൽ നിന്ന് ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. മേക്ക് നോട്ട്സ് ഓൺ ദ പാസേജ് ഗിവൺ ബിലോ. ഗിവ് എ suitable title or to the passage. It is known that cold is caused by a number of viral infections that affect the lining of the nose and other passage leading to the lungs, but the confusing variety of viruses make study and remedy very different. It was shown in 1960 the many typical colds in adults are caused by one or the other of a family of virus known as rhinovirus. Yet there still remain many colds for which no virus has yet been isolated. Many other infections, viruses cannot be seen with ordinary microscope because they are smaller than any other bacteria, nor can they be cultivated easily in the bacteriologist laboratory, since they only grow within the living cells and unable to go on living and to multiplying independently of the body has greatly aided virus research and has led to the discovery of a large number of virus. ഇവിടെ നമ്മൾ ഒറ്റ വാക്കിൽ ഇത് വായിച്ചപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കോമൺ കോൾഡിനെ കുറിച്ചാണ് അല്ലെ? കോൾഡ് പല തരത്തിലുണ്ടെന്നും അത് ചിലതൊക്കെ വൈറൽ ആണെന്നും ചിലത് വൈറസ് അല്ലാത്തതും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ്? മെയിൻ പോയിന്റ് ഉടനെ നമ്മൾ എഴുതി. കോൾഡ് ഈസ് ദ കോസ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻ. ഒരു വൈറൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് കോൾഡ് വരുന്നത്. അതെന്തിനെയാണ് കോൾഡ് ബാധിക്കുന്നത്? സബ് പോയിന്റ് ആയിട്ട് എഴുതി. ഇഫക്റ്റ് ടു നോസ്, ഇഫക്റ്റ് ടു ലങ്, നമ്മുടെ മൂക്കിനെയും അതിലൂടെ ലങ്സിനെയും ബാധിക്കും. പിന്നെ ഈ വൈറസിനെ കുറിച്ച് പറയുന്നുണ്ട്. വെറൈറ്റി ഓഫ് വൈറസ് ഉണ്ട്. അതില് 1960 ഇൻഫെക്ഷൻ എല്ലാവർക്കും ഉണ്ടായതാണ്. വൈറസസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ടു, പലതരത്തിലുള്ള വൈറസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ടൈറ്റിൽ കൊടുക്കുന്നത് ഇഫക്റ്റ് ഓഫ് വൈറസ് ഇൻ കോൾഡ്. അപ്പൊ ഇത് രണ്ടാമത്തെ പാസേജ്. ഓൺ ദ ബേസിസ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ പാസേജ് ഗിവൺ ബിലോ മേക്ക് നോട്ട്സ് ഓൺ ഇറ്റ്സ് യൂസിങ് ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്. അപ്പൊ ഹെഡിങ് കൊടുക്കണം, സബ് ഹെഡിങ് കൊടുക്കണം. റെക്കഗ്നൈസ് അബ്രീവിയേഷൻസ് വേറെവർ. ചിലയിടത്തൊക്കെ നമ്മൾ നോട്ട് മേക്കിങ്ങിൽ നമുക്ക് ചുരുക്കമുള്ള വാക്കുകൾ, ചില വാക്കുകളൊക്കെ ഇപ്പൊ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ GOVT എന്ന് എഴുതും. അതുപോലെ എക്സെട്ര, KTC, അങ്ങനെ സിമിലർലി അങ്ങനെ കുറെ വാക്കുകളുണ്ട്. ആ അബ്രീവിയേഷൻസ് കൂടി നമ്മൾ നോട്ട് മേക്കിങ്ങിൽ ഇവിടെ ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. അടുത്തത് ടൈംസ്
news network. If the education imparted cannot make a sequel, it is not worth it. The challenge is how to share that minimum with everyone, and this is where India needs to invest primary education and importantly, education for girls, said Mahesh Bhatt, renowned filmmaker, but was speaking at the Times NI Teachers Meet held recently in the capital. Besides Bhatt, the meet was addressed by eminent personalities for diverse walks of life, including Kiran Bedi, the first woman IPS officer and current Director General Home Guards, Arindam Sen Gupta, Resident Editor, Times of India, Ravi Dariwal, Executive Director, Times of India, and Pooja Jain, Executive Director, Lecture Writing Instruments Private Limited. Expressing concern over increasing pressure on students, Ms. Bedi emphasized that there is more to life than just scoring a good percentage. Children are resorting to extreme measures if they are dissatisfied with their results. We have to first make them balanced individuals. Are we teaching our children to deal with agony and ecstasy? She asked. അപ്പൊ ഇതില് എന്തിനെ കുറിച്ചാ പറഞ്ഞിട്ടുള്ളത്? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അതായത് ഗേൾസ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിന്റെയും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ? ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അതിൽ നമ്മൾ കണ്ടത്. അതായത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്തു പറയുന്നത്? എല്ലാവരെയും ഈക്വൽ സമത്വം കൊണ്ടുവരുന്നു. എഡ്യൂക്കേഷൻ നീഡ്സ് ടു മേക്ക് എ ഈക്വൽ. പിന്നെന്താ? ഇന്ത്യ നീഡ്സ് ടു ഇൻവെസ്റ്റ് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ഏതിനൊക്കെയാണ് വേണ്ടത്? പ്രൈമറി എഡ്യൂക്കേഷനും അതുപോലെ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസിനും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. നെക്സ്റ്റ് സബ് പോയിന്റ് ആയിട്ട് പറയുന്നത് സ്പോക്കൺ അറ്റ് ടൈംസ് NI ടീച്ചേഴ്സ് മീറ്റ് ഇൻ ഡൽഹി ബൈ. അതായത് കുറച്ച് ടീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു മീറ്റില് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണ്. ആരൊക്കെയായിരുന്നു? റിനൗൺസ്ഡ് ഫിലിം പ്രൊഡ്യൂസർ മഹേഷ് ഭട്ട്, കിരൺ ബേദി, പിന്നെ AS ഗുപ്ത, രവി ദറാളി, പൂജ ജെയിൻ, ലെക്ചർ റൈറ്റിംഗ്, ഇവരൊക്കെ കൂടി ചേർന്ന് ഒരു സംസാരത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ അവരെന്താ പറഞ്ഞത്? പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് എംഫസിസ് വാസ് ലേഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഗുഡ് പെർസെൻറ്റേജ്. ജീവിതം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. ചിൽഡ്രൻ ടു ബി മെയ്ഡ് ബാലൻസ്ഡ് ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തികളെയും നമ്മൾ സന്തുലിതമായ ഒരു വ്യക്തിയായി, അതായത് സ്ഥിരതയുള്ള തുലനത്തോട് തലയുയർത്തി നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തികളായി നമ്മൾ വാർത്തെടുക്കണം എഡ്യൂക്കേഷനിലൂടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നോട്ട് മേക്കിങ്ങിനെ കുറിച്ച്. ഒരു വലിയ പാസേജ് തരും. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയത് നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ടും സബ് പോയിന്റ് ആയിട്ടും പിന്നെന്താ മിനിമൈസ്ഡ് പോയിന്റ് ആയിട്ടും എഴുതുക. അതാണ് നോട്ട് മേക്കിംഗ്. ഓക്കെ.